Good morning and welcome once again to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിലോടൊപ്പം ഡോക്ടർ സജീവ്, അദ്ദേഹം കുന്നത്തൂർ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറും ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള IHMA സ്കൂൾ ഓഫ് ഹോമിയോപ്പതിയുടെ ജനറൽ കൺവീനറുമാണ്. അദ്ദേഹം ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മഴക്കാലം വന്നെത്തുകയായി. മിക്കവാറും 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് സാധാരണ എല്ലാവർക്കും ചില പുതിയ അസുഖങ്ങൾ വരിക, ഉള്ള അസുഖങ്ങൾ കൂടുക, പുതിയ അസുഖങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് അസുഖങ്ങൾ കൂടുക. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ സ്കൂളും തുറക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ മഴക്കാല രോഗങ്ങളെക്കുറിച്ചും മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്, ഇതിനെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടറോട് തന്നെ നമുക്ക് കൂടുതൽ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ സജീവ്. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിഷയം മഴക്കാല രോഗങ്ങളാണ്. ആദ്യമായിട്ട് എനിക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? ഒരു എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യം മഴക്കാല രോഗങ്ങൾ എന്താണത്? മഴക്കാലം ശരിക്കും മലയാളിയുടെ ജീവിതത്തെ ഏറ്റവും നിർണായകമായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമായിരുന്നു ഇടവപ്പാതി. ഇന്നും പണ്ടും എല്ലാം അത് തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ജീവിതത്തെ വളരെയധികം ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ചില രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയ തരം രോഗങ്ങൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് എല്ലാ വർഷവും ഈ മഴക്കാലം ആകുമ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ പലപ്പോഴും രോഗങ്ങൾ പുതിയതായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നതാണോ, അതേ പുതിയ തരം രോഗാണുക്കൾ ഇവിടേക്ക് വരുന്നതാണോ, ഒക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും മലയാളിയുടെ ഈ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ രോഗം കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മഴക്കാല രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ള വളരെയധികം പഠനങ്ങൾ ഇവിടെ മാത്രമല്ല ലോകത്തെല്ലായിടവും മഴക്കാലം ആകുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കുന്നതായിട്ടൊരു പ്രതിഭാസമായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണിത് വരുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ കൂടുതൽ രോഗങ്ങൾ വരുന്നതും ഉള്ള രോഗങ്ങൾ കൂടുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? മഴക്കാലത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം ഈ നമ്മുടെ ഇപ്പം കാണുന്ന രോഗങ്ങൾ പ്രധാനമായിട്ട് രോഗവാഹകരായിട്ടുള്ള കൊതുക്, ഈച്ച മുതലായ ചില പ്രാണികൾ പരത്തുന്നു. അതോടൊപ്പം തന്നെ വൈറസും ബാക്ടീരിയകളും അത് രോഗമുണ്ടാക്കുന്ന ചില രോഗാണുക്കളുമാണ്. ഇവയുടെ രണ്ടിൻ്റെയും പ്രജനനവും വളർച്ചയും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മഴക്കാലത്തുള്ളതാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ ഘടകം. അതിന് സാധാരണ ഉണ്ടാകാനുള്ള കാരണം ഇപ്പം നമ്മുടെ മനുഷ്യരെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹോമിയോതെർമിക് എന്നാണ്. അതായത് ശരീരത്തിന് നമ്മുടെ ഈ ടെമ്പറേച്ചർ, നമ്മുടെ ശരീര ഊഷ്മാവ് കൃത്യമായിട്ട് മാറ്റാനും മറിക്കാനും നമ്മുടെ ശരീരത്തിന് കഴിയും. അതായത് കാലാവസ്ഥയായിട്ടും നമ്മുടെ അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട് മാറ്റിമറിക്കാൻ കഴിയും. പക്ഷേ ഇത്തരം ജീവികൾക്ക് ഈ കാലാവസ്ഥ വളരെ പ്രധാന ഒരു ഘടകമാണ്. അതായത് അവർക്ക് യോജിച്ച കാലാവസ്ഥ എത്തുമ്പോൾ മാത്രമേ അവരുടെ ജീവിതവും പ്രജനനവും ഒക്കെ നടക്കത്തുള്ളൂ. അപ്പം ഈ മഴക്കാലം എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ജീവിതത്തിനും പ്രജനനത്തിനും വളരെ ഉപയുക്തമാകുന്ന ഒരു അന്തരീക്ഷമാണ്. അത് കാരണമാണ് ഈ മഴക്കാല രോഗങ്ങൾ ആ സമയത്താണ് സജീവമാവുന്നത്, വർദ്ധിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഈ എലികൾ പോലെയുള്ള ജീവികൾക്കാണെങ്കിൽ നമുക്കറിയാം ഈ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ, എലികൾക്കൊക്കെ വളരെയധികം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് വളരെയധികം വർദ്ധിച്ചു വരുന്നത് ഈ മഴക്കാലത്താണ്. അത് കാരണമാണ് ഈ മഴക്കാല രോഗങ്ങൾ ഇത്രയധികം ഈ രോഗാണുക്കൾ പരത്തുന്ന രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഡോക്ടർ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ സാധാരണ കാണുന്ന മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കേസസ് എന്തൊക്കെയായിരിക്കും? ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമുക്കറിയാം, എല്ലാ ഡോക്ടർമാരും കൂടുതലായിട്ട് കാണപ്പെടുന്ന വൈറൽ ഫീവർ എന്ന് പറയുന്ന വൈറൽ പനി തന്നെയാണ് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന. ഒരു പക്ഷേ 90% രോഗികളും വൈറൽ ഫീവറുമായിട്ട് വരുന്നത്. പിന്നെ അതിനോടൊപ്പം ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ വളർന്നു വരുന്ന മറ്റു ചില രോഗങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന എലിപ്പനി, ഒരു പ്രധാന രോഗമാണ്. പിന്നെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഡെങ്കിപ്പനി, ഡെങ്കി ഫീവർ എന്ന് പറയുന്ന ഡെങ്കിപ്പനി. പിന്നീട് മറ്റൊരു പ്രധാന രോഗം നമ്മുടെ ഒരു 4-5 വർഷം മുമ്പ് വളരെയധികം വ്യാപിച്ച, കേരളം മുഴുവൻ വ്യാപിച്ചു വന്ന ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന രോഗം. അത്തരം രോഗങ്ങൾ, പിന്നെ ജാപ്പനീസ് എൻകഫലൈറ്റിസ്, അങ്ങനെ കുറേയേറെ രോഗങ്ങൾ ഈ അടുത്ത കാലത്ത് മഴക്കാലത്ത് തുടർച്ചയായിട്ട്, അത് ഒരു തവണ മാത്രമല്ല, ഒരു പ്രധാന പ്രത്യേകമായിട്ട് വരുന്ന തുടർച്ചയായിട്ട് ഓരോ വർഷങ്ങളിലും അത് വളർന്നു വരികയും അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് വരുന്ന പനി, ഇപ്പോൾ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതലായി കാണുന്നത് വൈറൽ പനിയാണെന്ന് പറഞ്ഞു. ഈ വൈറൽ പനിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറയാമോ? വൈറൽ പനി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വൈറസ് കാരണം ഉണ്ടാകുന്ന പനിയാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിൻ്റെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നത് തന്നെയാണ്. അതായത് സാധാരണ നമ്മുടെ ശരീര ഊഷ്മാവ് 99 ഫാരൻഹീറ്റ് ആ ഒരു അളവിൽ നിന്ന് വളരെ കൂടിയിട്ട് ചിലപ്പോൾ 104, 105, 106 വരെയൊക്കെ എത്തുന്ന ഒരു അവസ്ഥയാണ്. ഏറ്റവും പ്രധാന രോഗലക്ഷണം എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ കൂടുന്നത് തന്നെയാണ്. പിന്നീടുണ്ടാകുന്ന അതിനോടൊപ്പം ശരീരവേദനയാണ്.
ശരീരം മുഴുവൻ സന്ധികൾക്ക് വേദന വരാം, മസിലുകൾക്കും പേശികൾക്കും ഒക്കെ വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ പ്രധാനമായിട്ടുണ്ട്. പിന്നീട് അതോടൊപ്പം ചെറിയ തോതിലുള്ള ചുമയുണ്ടാവാം. അധികം കഫം മഞ്ഞ നിറത്തിലുള്ളതല്ലാതെ ചെറിയ കൊഴുപ്പ് അടങ്ങിയ കഫം അതിനോടൊപ്പം കയറി വരാം. അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളാണ് പ്രധാനമായിട്ട് വൈറൽ പനിക്ക് കാണപ്പെടുന്നത്. ഈ വൈറൽ പനി ഇപ്പോൾ പറഞ്ഞല്ലോ, കഫക്കെട്ടോട് കൂടിയ ചുമ, അതുപോലെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുക, ഇങ്ങനൊരു സാഹചര്യം വന്നാൽ, ഇപ്പം മഴക്കാലത്ത് ഇങ്ങനൊരു പനി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ആഹാര കാര്യത്തിൽ കുറേയേറെ നിയന്ത്രണങ്ങൾ വരുത്തണം. ഒരുപാട് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ അധികമായിട്ട് നമ്മൾ കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് സാധാരണ നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന പനി വരുമ്പോൾ നമ്മൾ കഞ്ഞി ആണ് അതായത് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നീട് നമ്മൾ അമിതമായിട്ട് ഈ തണുപ്പ് ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് യാത്രകൾ പോലെയുള്ളത്. കാരണം യാത്രകൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ കൂടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പനി മറ്റുള്ളവർക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ്. അപ്പോൾ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സാമൂഹ്യമായ ഉത്തരവാദിത്വം കൂടെ, അഥവാ നമുക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പനിയാണെന്ന് കരുതി നമുക്ക് വീട്ടിൽ മാത്രം അടച്ചിരിക്കാൻ പറ്റില്ല. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ തുമ്മലോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിലൊരു കർച്ചീഫ് കരുതുകയോ, അല്ലെങ്കിൽ ഇപ്പം മുണ്ടുടുക്കുന്നവരാണ് മലയാളികൾ ധാരാളം, ഒന്നുമില്ല നമ്മൾ ആ മുണ്ടിൻ്റെ ഭാഗം കൊണ്ടോ അതൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഷർട്ടിൻ്റെ ആ ഭാഗം കൊണ്ട് നമ്മൾ ആ മറച്ചുകൊണ്ട് തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഈ രോഗം പകരാതിരിക്കാൻ ശ്രദ്ധിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഡോക്ടർ, ഈ വൈറൽ പനിയെക്കുറിച്ച് സാധാരണ ഡോക്ടർമാർ പറയുന്നൊരു കാര്യം, മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും. അതാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത്, പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഇപ്പം സാധാരണ ഒരു നിസ്സാരമായ വൈറൽ പനി ആണ് എങ്കിൽ വീട്ടിൽ വെച്ച് നമുക്ക് അത് വേണമെങ്കിൽ മാനേജ് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ പനി കുറയാൻ, ടെമ്പറേച്ചർ ഒരുപാട് കൂടാണ്ട് നോക്കാൻ എന്തൊക്കെ നമുക്ക് മറ്റ് രീതിയിൽ മരുന്നല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ ഒരു 90% വൈറൽ പനികളാണ്. മറ്റ് 10% ഈ പുതിയ തരം രോഗങ്ങൾ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് വരുന്ന അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കാനുള്ള അവസ്ഥയുണ്ട്. ഈ 90% കേസുകളിലും ഒരു പക്ഷേ നമ്മളൊരു പരമ്പരാഗതമായിട്ട് പറയുന്നതാണ് 7 ദിവസം കൊണ്ട് ചികിത്സിച്ചാൽ 7 ദിവസം കൊണ്ട്, ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട്. എങ്കിലും അത് നമ്മൾ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കാനും നമുക്ക് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. പിന്നെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ഈ നമുക്ക് ജോലി ചെയ്യാൻ നിർബന്ധമായിട്ട് പോകേണ്ട അവസ്ഥയാണെങ്കിൽ പോവുക, ഇല്ലെങ്കിൽ പരമാവധി റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടാതിരിക്കുക തന്നെ ചെയ്യണം. കാരണം ഇത് തന്നെയാണ്, കുട്ടികൾക്ക് ഈ വൈറൽ ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു ബ്രോങ്കോ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലുള്ള ചുമ, സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ചുമ വരിക, കഫക്കെട്ട് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ ഇവരുടെ രോഗം കുട്ടികളാകുമ്പോൾ വളരെയധികം കളിക്കുകയും ഇടപെടുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് തന്നെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ളത് രക്ഷകർത്താക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പനി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മാറിയാലും 7 ദിവസം കൊണ്ട് മാറിയാലും പനി തന്നെയാണ്. അപ്പോൾ ഈ പനി അപകടമാണോ എന്ന് നമ്മൾ ഏത് ഘട്ടത്തിൽ തിരിച്ചറിയും? അത് തീർച്ചയായിട്ടും നമ്മൾ പനി തുടർച്ചയായിട്ട്, അതായത് ഒരു 2 ദിവസമൊക്കെ പനി ആകുമ്പോഴായിരിക്കും ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി എത്തുന്നത്. അപ്പോൾ രോഗിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആദ്യ ഘട്ടത്തിൽ മരുന്ന് കൊടുക്കുന്നു. ഒരു 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ പനിക്ക് ശമനം ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ നിലവിലുള്ള ലക്ഷണങ്ങളോടൊപ്പം പുതിയ ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തെ എവിടെയും ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഈ രോഗിക്ക് അമിതമായിട്ടുള്ള തലവേദന സഹിക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഛർദിൽ, അല്ലെങ്കിൽ അമസ്മാരം പോലുള്ള ഈ സീഷർ അറ്റാക്ക് എന്ന് പറയുന്ന അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. ഡോക്ടറും രോഗിയും ഒരേ സമയം ജാഗരൂകരായിട്ട് മറ്റെന്തെങ്കിലും രോഗമാണോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ പോകേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പനി കൂടാതിരിക്കാൻ, ടെമ്പറേച്ചർ കൂടാതിരിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ സാധാരണ ചെയ്യുന്ന ചില നാടൻ പ്രയോഗങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് പറയാം. സാധാരണയായി നമ്മൾ ചെയ്യുന്നത്, പണ്ട് മുതലേ ചെയ്യുന്നത്, തുണി നനച്ച് നെറ്റിക്കിടുക എന്നുള്ളതാണ്. നെറ്റിക്കിടുന്നത് നല്ലത്. അതോടൊപ്പം തന്നെ അതാ വെള്ളത്തിൻ്റെ ചൂടിന് പോലും പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഐസ് വെള്ളത്തിൽ മുക്കിയിടണമെന്നായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ നല്ലത് നമ്മളൊരു സാധാരണ ടാപ്പ് വാട്ടറിൻ്റെ അതേ ഊഷ്മാവിൽ തന്നെ, അതായത് ശരാശരി അന്തരീക്ഷ ഊഷ്മാവിൻ്റെ അതേ അളവിലുള്ള വെള്ളത്തിൽ എടുത്തിട്ട് നമ്മുടെ നെറ്റിക്ക് മാത്രമല്ല കഷത്തും ശരീരഭാഗത്തും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു തുണി നനച്ച് നമ്മുടെ ശരീരത്ത് തുടർച്ചയായിട്ട് ഇട്ടേക്കുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ ഇറുകിയ വസ്ത്രങ്ങൾ, അതായത് ശരീരത്ത് കുളിരും തണുപ്പും ഇല്ലയെന്നുണ്ടെങ്കിൽ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുന്നതാണ് നല്ലത്. അതായത് ശരീര ഊഷ്മാവ് വെളിയിലേക്ക് നമ്മളിങ്ങനെ ഊഷ്മാവ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ തീർച്ചയായിട്ടും ഇറുകിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതെ അയഞ്ഞ വസ്ത്രങ്ങൾ ഇടുക.
പിന്നെ വീണ്ടും ഇതേപോലെ തന്നെ അധികം കുളിരോ തണുപ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ ഫാനിട്ട് ദൂരെ നിന്ന് ഫാനിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അമ്മമാർ ചെറിയ തോതിൽ എന്തെങ്കിലും വിശറി കൊണ്ട് വീശി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ്. വെള്ളം കുടിയും ഈ പനിയുമായിട്ട് എന്തെങ്കിലും തീർച്ചയായിട്ടും പനിയുള്ളപ്പം ശരീരം എപ്പോഴും അമിതമായിട്ട് ആ പനിയെ ചെറുത്ത് നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് തീർച്ചയായിട്ടും ക്ഷീണമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് കാരണം ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. വെള്ളം അത് നമ്മൾ ഒരുപാട് ചൂടുള്ള വെള്ളമൊന്നുമല്ല, ഇളം ചൂടുള്ള ഇളം ചൂടുള്ള വെള്ളമാണ് കുടിക്കേണ്ടത്. അത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ള പ്രധാനം തന്നെയാണ്. അതോടൊപ്പം ഈ ചൂടുള്ളപ്പോൾ പ്രത്യേകമായിട്ട് വെള്ളമൊക്കെ ധാരാളം കൊടുക്കുന്നത്. ഈ മഴക്കാല രോഗങ്ങളിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഇത് എനിക്ക് തോന്നുന്നു വയറിളക്ക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ ഒരു മലിനീകരണം കാര്യങ്ങളൊക്കെ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. വയറിളക്ക രോഗങ്ങൾ ധാരാളം തരമുണ്ട്. നമ്മൾ പ്രധാനമായി കേട്ടിട്ടുള്ളത് നമ്മൾ ആമാശയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന രോഗം പണ്ട് മുതലേ ഇന്ത്യക്കാരെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച കോളറ എന്ന് പറയുന്ന രോഗങ്ങളാണ്. ഒരു പരിധിവരെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അത് വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും കോളറ പോലുള്ള രോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ടൈഫോയിഡാണ് മറ്റൊരു രോഗങ്ങൾ. പിന്നെ ഇതൊന്നും അല്ലാതെ സാധാരണ നമ്മൾ വൈറസ് കാരണം ഉണ്ടാകുന്ന ഈ വയറിളക്ക രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ പണ്ട് മുതലേ പറയാറുള്ളതാണ്. ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാചകം ചെയ്ത് വെച്ചതിന് ശേഷം അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഒരുപാട് രോഗങ്ങളും രോഗാണുക്കളെയും പകർത്തിക്കൊണ്ട് വരുന്നത് നമ്മൾ ഈച്ച എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ശത്രുവാണെന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ തിളപ്പിച്ചാറിയ ഭക്ഷണം കഴിക്കുക. പിന്നീട് നമ്മൾ ഈ തീർച്ചയായിട്ടും അത് ഹോട്ടലിലൊക്കെ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും കാണപ്പെടാറുള്ള ഹോട്ടലിലുള്ളവരും, കാരണം എല്ലാവരും ഒരു സാമൂഹ്യമായിട്ടുള്ള ചില കർത്തവ്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അവിടെയാണെങ്കിൽ പോലും ഈ ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുകയൊക്കെ ചെയ്യണം. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നീട് നന്നായിട്ട് വേവിച്ച ഭക്ഷണം തന്നെ കഴിക്കുകയും വേണം. കാരണം പലപ്പോഴും ഈ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളിലുമൊക്കെ ചില ഈ വെളിയിൽ നിന്ന് നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ചില കീടാണുക്കളൊക്കെ അതിനകത്തും നിലനിന്ന് വരാം. അപ്പോൾ നന്നായിട്ട് പാചകം ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ ആ കീടാണുക്കൾ നശിക്കത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനും ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക തീർച്ചയായിട്ടും. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ദിവസം 2-3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളികൾക്ക് വെള്ളത്തിന് ക്ഷാമവും ഇല്ല, നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട്. എങ്കിലും നാം തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ. പിന്നെ അതേപോലെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കൈ കഴുകിയ ശേഷം മാത്രമേ കുട്ടികളെ കൊണ്ട് നിർബന്ധിക്കുക. അത് അച്ഛനമ്മമാർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകണം. കാരണം ലോകാരോഗ്യ സംഘടനകൾ തന്നെ പറയുന്നത് വയറിളക്ക രോഗങ്ങൾ നിയന്ത്രിക്കാൻ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ കൈ കഴുകിയാൽ തന്നെ 50% രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഈ ശൗചത്തിനൊക്കെ ശേഷം അതിനുശേഷം കൈ കഴുകിയതിന് ശേഷം മാത്രമേ, പ്രത്യേകിച്ച് വീട്ടിലുള്ള അമ്മമാർ, കാരണം ബാക്കിയുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അവരാണ്, അവർ തീർച്ചയായിട്ടും അങ്ങനെ സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം മാത്രമേ ഭക്ഷണ പാചകങ്ങൾ തൊടുകയോ എടുക്കുകയോ ചെയ്യാവൂ. ഈ നേരത്തെ ഡോക്ടർ ഇടയ്ക്ക് പറഞ്ഞല്ലോ ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനിയുടെ കാര്യം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? എലിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ പേര് വരാൻ തന്നെ കാരണം നമുക്കറിയാം, എലികളാണ് അതിൻ്റെ വാഹകരായിട്ടുള്ളത്. അത് കാരണമാണ് എലിപ്പനി എന്ന്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ഒരു സ്പൈറോക്കീറ്റ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു രോഗാണുവാണ് അതിന് പകർത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ആദ്യം അത് കാണപ്പെട്ടത് നമുക്കറിയാം, ഈ പൈനാപ്പിൾ കൃഷി ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലായിരുന്നു ആദ്യം ഏറ്റവും കൂടുതൽ അത് കാണപ്പെട്ടത്. അത് നമ്മുടെ ഈ ചെറിയ രോഗാണു എലിയുടെ മൂത്രം വഴി കുളങ്ങളിലും മറ്റിതേപോലെയുള്ള വയലുകളിലും ഒക്കെ വന്ന് നിറഞ്ഞതിന് ശേഷം അവിടെ ഈ കർഷക തൊഴിലാളികൾ, അതായത് ഈ പാടങ്ങളിലൊക്കെ പണിയെടുത്തിട്ട് കർഷക തൊഴിലാളി വന്ന് കണ്ണും മുഖമൊക്കെ കഴുകിയിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ തീർച്ചയായിട്ടും കർഷക തൊഴിലാളികളാകുമ്പോൾ അവരുടെ ശരീരത്ത് മുറിവുകളൊക്കെ ഉണ്ടാകും. ഈ മുറിവുകളിലൂടെ അകത്തേക്ക് പടരും. അതോടൊപ്പം തന്നെ മുറിവുകളില്ലെങ്കിലും കണ്ണിൽ കൂടെയും വായിൽ കൂടെയൊക്കെ ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെ കയറി ആക്രമിക്കുന്ന ഒരു രോഗമാണിത്. അതായത് കരളിനെ ബാധിക്കും, അതേപോലെ ശ്വാസകോശങ്ങളെ ബാധിക്കും, തലച്ചോറിനെയും ഹൃദയത്തിനെയും ഒക്കെ ഒരേപോലെ ബാധിക്കുന്ന ഒരു രോഗാണുവാണ് ഈ എലിപ്പനിയുടെ രോഗാണു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് 2 ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടി നമ്മൾ ഈ തുറസായ സ്ഥലങ്ങളിലുള്ള കുളിയും മറ്റ് അതുമൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് ഈ കുളങ്ങളാകുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ഇത്തരം രോഗാണുക്കൾ അങ്ങ് ഒഴുകി പോകുമെന്ന് പറയാം. ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എലിയുടെ വളർച്ച തടയുന്ന രീതിയിൽ നമ്മൾ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തരുത്. തീർച്ചയായിട്ടും അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ചപ്പുചവറുകൾ കൂട്ടിയിട്ട്, എലികൾ പ്രധാന ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റ്സ് ആണ് എലികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കൂട്ടിയിടുന്നത്, അത് നഗരങ്ങളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും എലികളുടെ വളർച്ച വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനുഷ്യൻ്റെ ഒരു കർത്തവ്യമായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഈ വേസ്റ്റ് പ്രോഡക്ട്സ് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കൊണ്ട് തള്ളാതെ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് കൊണ്ട് തള്ളാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഈ എലിപ്പനിയും അതുപോലെ തന്നെ പനി, അതുപോലെ വയറിളക്ക രോഗങ്ങൾ, ഇതല്ലാതെ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല ഈ കാലം? ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം, പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് വൈറസ് കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അത് പ്രധാനമായിട്ടൊരു 5 തരത്തിൽ നമ്മൾ കേൾക്കുന്നു. എങ്കിലും നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് ബി യു ആണ്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഇത്തരം മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്നത്. അപ്പോൾ അതാണ് കൂടുതലായിട്ട് ഈ മഴക്കാലത്ത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാളുടെ ശരീരം വേദന, അതേപോലെ പനിയുടെ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിശപ്പില്ലായ്മ. പിന്നെ പുരുഷന്മാരിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് സിഗരറ്റ് ഉപയോഗിക്കുന്നവരിൽ സിഗരറ്റിനോടുള്ള ഒരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ സിഗരറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായിൽ കയ്പ് തോന്നിക്കുക, അങ്ങനെയുള്ള അസ്വസ്ഥതകളും കാണപ്പെടാറുണ്ട്. ഇത് കൂടുതലായിട്ട് വന്ന് കരളിനെ ബാധിച്ച്, ഇപ്പം നിലവിൽ കരൾ രോഗമുള്ള ഒരാൾക്കാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് രോഗം മൂർച്ഛിക്കുകയും അസ്വസ്ഥതകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അത് കാരണം അവിടെയും തീർച്ചയായിട്ടും ഈ മലിനമായ ജലവും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളൊരു ശത്രുവായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശുചിത്വമുള്ള ഭക്ഷണം തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഈ പനിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നോട്ടെ. പനി അപകടകാരിയാണ്, അല്ലെങ്കിൽ അടുത്ത ചികിത്സയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതാണെന്ന് എപ്പോഴും നമ്മൾ തിരിച്ചറിയുക? അത് തീർച്ചയായിട്ടും ഈ രോഗലക്ഷണങ്ങൾ വർദ്ധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാരണയായിട്ടൊരു പനി, ശരീരവേദന എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ഇത്തരം ചിലപ്പം നമ്മുടെ കണ്ണിൻ്റെ മഞ്ഞ നിറം കൂടുകയാണ്, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ മഞ്ഞ നിറം കൂടുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ ഈ തിണർപ്പുകൾ, ചുമന്ന തിണർപ്പുകൾ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു, കണ്ണിൻ്റെ മൂത്രത്തിൽ കൂടെ പിന്നെ രക്തമയം പോലെയുള്ളത് മൂത്രത്തിൻ്റെ കൂടെ കാണപ്പെടുന്നു, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ രോഗം രൂക്ഷമാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് കുറേ ഇൻവെസ്റ്റിഗേഷൻസിലൂടെ നമുക്ക് കണ്ടെത്താനും കഴിയും. സാധാരണ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ളതും മഴക്കാലത്ത് വരുന്നതുമായിട്ടുള്ള പനി, വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ എലിപ്പനി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും അല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പല ആൾക്കാർക്കും, പ്രത്യേകിച്ച് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ നിലവിലുണ്ടായിരിക്കുന്നതായ അസുഖങ്ങളുണ്ടാവും. ഇപ്പോൾ ആർത്രൈറ്റിസോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, ആസ്മ, ഇതൊക്കെ മഴക്കാലത്ത് കൂടാൻ സാധ്യതയില്ല? തീർച്ചയായിട്ടും മഴക്കാലത്ത് നമ്മൾ ഈ പുതിയതായിട്ട് എത്തിയ പനികൾ, അല്ലെങ്കിൽ രോഗമില്ലാത്തവർക്ക് പുതിയതായിട്ട് പനി, അസ്വസ്ഥത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് നിലവിലെന്തെങ്കിലും ക്രോണിക്കായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഈ മഴ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് അത് ബാധിക്കുന്നത് ശ്വാസകോശ രോഗമുള്ളവർക്ക് ഈ പനി തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. പിന്നെ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക്, പിന്നെ വേദനകൾ, സന്ധിവാതം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രോഗമുള്ളവർക്ക്, പിന്നെ പ്രധാന ഒരു മേഖലയിലുള്ളവർ ഡയബറ്റിസ് രോഗികളാണ്. തീർച്ചയായിട്ടും ഈ മഴക്കാലം അവരും ഒക്കെ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ആസ്മ രോഗമുള്ളത് നമുക്കറിയാം, ആസ്മ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, തണുപ്പ് ചെല്ലുമ്പം ഈ ശ്വാസകോശങ്ങൾ, അല്ലെ ശ്വാസക്കുഴലുകൾ ചുരുങ്ങുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശ്വാസക്കുഴലുകൾ ചുരുങ്ങുക എന്നുള്ളതാണ് ആസ്മ രോഗികളുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ തണുപ്പ് വരുന്ന സമയത്ത് അത് കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു രോഗമാണ് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. സാധാരണയായിട്ട് അത് പുരുഷന്മാരിൽ കാണപ്പെടാറുള്ള, സ്ഥിരമായിട്ട് സിഗരറ്റ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ശ്വാസക്കുഴലുകൾക്ക് നീർവീക്കം ഉണ്ടാവുകയും തുടർച്ചയായിട്ട് ചുമയും കഫവും ഒക്കെ ഉണ്ടാകും. അവർക്കും ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ രോഗം വർദ്ധിക്കാനാണ് സാധ്യത. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം രോഗികൾ പ്രധാനമായിട്ട് സിഗരറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അതോടൊപ്പം മഴക്കാലം ആകുമ്പോൾ ഈ തുറസായ സ്ഥലങ്ങൾ ഒഴിവാക്കുകയും, അല്ലെങ്കിൽ വെളിയിൽ കിടന്നുറങ്ങുക, തണുപ്പിൽ വെളിയിൽ ഇറങ്ങി നിൽക്കാതിരിക്കുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനമായിട്ട് ഈ പൂപ്പലുകൾ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് കാണപ്പെടും. അപ്പോൾ ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ സാധാരണ കുടുംബങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ടിലിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കാറുണ്ട്. ഈ പഴയ ബാഗുകൾ, അത് ലെതർ ബാഗുകളോ ലെതർ ഷൂസുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് അതിൽ പൂപ്പൽ കയറി പിടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സാധനങ്ങൾ നമ്മൾ ആ വീടൊന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമാണ്. പഴകിയ സാധനങ്ങളിരുന്ന് പൂപ്പൽ വന്നു കഴിഞ്ഞാൽ ഈ പൂപ്പലുകൾ ഈ അലർജി ഉള്ളവർക്ക് വളരെയധികം പ്രശ്നമുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത് നമ്മൾ ഡയബറ്റിസ് രോഗികൾക്കാണ്. ഡയബറ്റീസ് രോഗികൾക്ക് പാദങ്ങൾക്കാണ് കൂടുതലായിട്ടും നമുക്കറിയാം രോഗം വരുന്നൊരു പ്രധാന ശരീരഭാഗം പാദങ്ങളാണ്. അപ്പോൾ പാദപരിചരണത്തിന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മഴക്കാലം. കാരണം ഒരുപാട് അഴുക്കുകൾ നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മുടെ ചുറ്റും ഈ അഴുക്കിലും ചെളിയിലൂടെ നടക്കാതെ നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ എങ്കിൽ പോലും അവർ വൃത്തിയുള്ള ഈ ചെരുപ്പുകൾ ധരിക്കുക, അല്ലെങ്കിൽ വെളിയിൽ പോയിട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും അവർ കാല് കഴുകിയതിന് ശേഷം മാത്രമേ വീടിനകത്തേക്ക് കയറാവൂ. രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ പാദപരിചരണം പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതിൻ്റെയും കാരണം അതാണ്, ഈ മഴക്കാലമാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടും. കാരണം കാലഴുകിയിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം രോഗികൾ ഒന്നുകിൽ വീട്ടിൽ നിന്ന് വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവരുടെ ചെരുപ്പൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു
കാര്യമാണ്. ഈ മഴക്കാലത്ത് ഇപ്പോൾ പറഞ്ഞ രോഗാവസ്ഥകൾ, പനികൾ, അതുപോലുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം ഹോമിയോപ്പതിയിൽ പ്രതിരോധ ചികിത്സാ സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. നിങ്ങൾ ഒരു ഡോക്ടർ, ഒരു ഹോമിയോപ്പതി ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളോ മരുന്ന് കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഹോമിയോപ്പതി വകുപ്പ് വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഈ പ്രതിരോധ സംവിധാനത്തിന് ഒരുക്കിയിട്ടുണ്ട്. റീച്ച് എന്ന് പറയും, റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെൽ ഇൻ ഹോമിയോപ്പതി എന്നാണ് പറയുന്നത്. ഹോമിയോപ്പതിക് ദ്രുതകർമ്മസേന. അപ്പോൾ അതായത് എവിടെയെങ്കിലും രോഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാരുടെ, അതായത് നമ്മുടെ ഏകദേശം 660ഓളം ഡിസ്പെൻസറികൾ കേരളം മുഴുവനുണ്ട് പഞ്ചായത്തുകളിൽ. അവിടെ നിന്നൊക്കെയുള്ള ഡോക്ടർമാരിൽ നിന്നുള്ള രോഗലക്ഷണങ്ങൾ, അതായത് അവരുടെ ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ രോഗലക്ഷണങ്ങൾ, അതിൻ്റെ ഒരു ത്രിതല സംവിധാനമുണ്ട്. അതായത് ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പ്, സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പ്, പിന്നെ ഡയറക്ടറും എല്ലാം കൂടെയുള്ള ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകളിലേക്ക് ഇത് അറിയിക്കുകയും അവർ കൂടിയിരുന്ന് അവിടെ നിന്ന് ഡോക്ടർമാരെത്തി ആ പ്രത്യേക സ്ഥലം സന്ദർശിച്ച് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുകയും രോഗികളിൽ നിന്നുമൊക്കെ അല്ലെ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് രോഗനിർണയം നടത്തുകയും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള മരുന്നുകൾ ഈ എക്സ്പേർട്ട് ഗ്രൂപ്പ് കൂടിയിരുന്ന് മരുന്ന് തീരുമാനിക്കുകയും ആ മരുന്നുകൾ പിന്നീട് ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുകളുള്ളവർക്കെല്ലാം ഈ മരുന്ന് വിതരണം ചെയ്യുകയും അതിനനുസരിച്ച് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് പ്രധാനമായിട്ടും നടപ്പിലാക്കുന്നത്. ഈ ചെയ്യുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ റീച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ചെയ്യുന്ന ഈ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ ഉണ്ടോ ഇതിന്? തീർച്ചയായിട്ടും മുൻകാലത്ത് നമുക്കറിയാം ചിക്കൻ ഗുനിയയുടെ ഒരു വലിയൊരു മഹാമാരി പോലെ നമ്മുടെ നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ അന്ന് ഹോമിയോപ്പതി വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ ഭരണതലത്തിലും ഒക്കെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവർത്തനം അന്ന് കാഴ്ചവെച്ചിരുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ട് അന്ന് ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ശ്രീമതി ടീച്ചറിൻ്റെ മുമ്പാകെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിന് അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിൽ ഇപ്പം ഈ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ മൂർച്ഛിക്കാതിരിക്കാനോ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലാണ് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഭക്ഷണങ്ങൾ നന്നായിട്ട് പാചകം ചെയ്ത് തന്നെ ഉപയോഗിക്കണം. അതേപോലെ ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ അടച്ച് തന്നെ സൂക്ഷിക്കണം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നീട് നമ്മൾ രോഗങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ ശുചിത്വവും പാലിക്കേണ്ടതുണ്ട് നമ്മുടെ ചുറ്റും. കാരണം നമുക്കറിയാം ഈ പരത്തുന്ന കൊതുകുകൾ പലതും ഒരു 10-200 മീറ്ററിനപ്പുറത്തേക്ക് പറന്നു പോകാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ കൊതുകിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗത്തുള്ള കൊതുകിൻ്റെ വ്യാപനം തടഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആ ഒരു രോഗത്തിൽ നിന്ന് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. അത് നമ്മളൊരു വ്യക്തിപരമായിട്ട്, അതായത് സമൂഹത്തിനോട് നമ്മൾ പുലർത്തേണ്ട ഒരു ധർമ്മം കൂടിയാണത്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ സജീവ്, അദ്ദേഹം കുന്നത്തൂർ ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. അദ്ദേഹം വളരെ വിശദമായിട്ടും ലളിതമായിട്ടും മഴക്കാലത്ത് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, മഴക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ അപകടകാരികളാവുന്നതപ്പോൾ അത് വീട്ടിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ആ ഒരു ഘട്ടം വരെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, അതുപോലെ തന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം, അതിൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അദ്ദേഹം പറയുകയുണ്ടായി. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. drstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.